നമ്മുടെ രാജ്യത്തെ തൊഴിലാളികൾക്ക് വേണ്ടിയുള്ള ഏറ്റവും വലിയ സാമൂഹ്യ സുരക്ഷിതത്വ പദ്ധതിയാണ് ESI. 1948 ഇന്ത്യൻ പാർലമെൻറ്റ് പാസ്സാക്കി 1952 രാജ്യത്ത് നടപ്പിലാക്കിയിട്ടുള്ള ഒരു ബൃഹത്തായ കർമ്മ പരിപാടിയാണ് ESI എന്ന് പറയുന്നത്. ESI ആക്ടിൻ്റെ അടിസ്ഥാനത്തിൽ ESI സ്കീമുണ്ടാക്കി. ESI സ്കീം നടപ്പിലാക്കാൻ വേണ്ടി ESI കോർപ്പറേഷൻ രൂപീകരിച്ചു. ESI കോർപ്പറേഷൻ എന്നത് ഒരു ട്രൈപാർട്ടി മെക്കാനിസമാണ്. തൊഴിലാളിയും തൊഴിലുടമയും സർക്കാരുമുള്ള ഒരു ത്രിപാർട്ടി മെക്കാനിസമാണ്. അതിൻ്റെ ചെയർമാൻ ബഹുമാനപ്പെട്ട കേന്ദ്ര തൊഴിൽ വകുപ്പ് മന്ത്രിയാണ്. ESI എന്ന് പറയുന്നത് ഇന്ന് ഏതാണ്ട് 3,20,00,000 തൊഴിലാളികൾ ESIയിൽ ഇപ്പം അംഗമാണ്. അപ്പോൾ ESIയിൽ അംഗമായ തൊഴിലാളികളെ ഇൻഷുറൻസ് പേഴ്സൺ അഥവാ IP എന്നാണ് പറയുന്നത്. ആ അംഗമായ തൊഴിലാളിയും തൊഴിലാളിയുടെ അച്ഛൻ, അമ്മ, ഭാര്യ, ഭർത്താവ്, പ്രായപൂർത്തിയാത്ത കുട്ടികൾ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് ഇതിൻ്റെ പരിരക്ഷ പൂർണ്ണമായി ലഭിക്കും, മെഡിക്കൽ കെയർ. അതിൻ്റെ ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ ഏറ്റവും ESI ഓഫീസുകളുടെ പേര് പഞ്ചദ്വീപ് എന്നാണ്. പഞ്ചദ്വീപ് പറഞ്ഞാൽ 5 തിരിയുള്ള വിളക്കുകളുള്ള ഓഫീസുകളാണ്. പഞ്ചദ്വീപ് പറയുമ്പോൾ കാരണം ഏറ്റവും ഏറ്റവും മെയിൻ ബെനിഫിറ്റ് എന്ന് പറയുന്നത് ഒന്ന് മെഡിക്കൽ ബെനിഫിറ്റ്, സിക്നെസ് ബെനിഫിറ്റ്, ഡെത്ത് ബെനിഫിറ്റ്, ഡിസബിലിറ്റി ബെനിഫിറ്റ്, മെറ്റേണിറ്റി ബെനിഫിറ്റ്. ഈ 5 ബെനിഫിറ്റാണ് ഏറ്റവും പ്രധാനമായിട്ട് ESI കൊടുക്കുന്നത്. അതുകൂടാതെ വേറെയും ബെനിഫിറ്റുകൾ 8-9 ബെനിഫിറ്റ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ESIയിൽ അംഗമായ ഒരു തൊഴിലാളി ചേർന്ന് കഴിഞ്ഞാൽ ആ തൊഴിലാളിയും തൊഴിലാളിയുടെ കുടുംബാംഗങ്ങളും പൂർണ്ണമായ ESIയുടെ പരിരക്ഷയിലായിരിക്കും. കാരണം ESIയിൽ അംഗമായ ഒരു തൊഴിലാളി അയാളുടെ മാസവരുമാനത്തിൽ 0.75% അംശാദായം കോൺട്രിബ്യൂഷൻ അടയ്ക്കണം. ഉടമ 3.25. അങ്ങനെ ശമ്പളത്തിൻ്റെ 4% ESIയിലെ കോൺട്രിബ്യൂഷൻ അടയ്ക്കണമെന്നുള്ളതാണ്. 10 തൊഴിലാളികളുണ്ടെങ്കിൽ ESI നടപ്പിലാക്കണം എന്നുള്ളതാണ്. 10 തൊഴിലാളി ഏതെങ്കിലും സ്ഥാനത്ത് വർക്ക് ചെയ്യുകയാണെങ്കിൽ മാൻഡേറ്ററി ആയിട്ട് അവരെ ESIയിൽ അംഗമായി ചേർക്കണം. ചേർന്ന് കഴിഞ്ഞ് തൊഴിലാളിയുടെ എണ്ണം കുറഞ്ഞാലും ഒരു തൊഴിലാളി അവശേഷിക്കലും ESI തുടരും. അതിൽ ഏറ്റവും സുപ്രധാനം മെഡിക്കൽ കെയറാണ്. മെഡിക്കൽ കെയർ എന്ന് പറഞ്ഞാൽ ഒരു വർഷം അച്ഛനായാലും ഒരു തൊഴിലാളിന് സാമാന്യന തൊഴിലാളിയുടെ ജീവിത പങ്കാളി, അച്ഛൻ, അമ്മ, കുട്ടികൾ, അങ്ങനെ ആളോഹരി ഒരു വർഷം 10 ലക്ഷം രൂപയുടെ ട്രീറ്റ്മെൻറ്റ് ഒരു വർഷം ESI അഷൂർ ചെയ്യുന്നുണ്ട്. അങ്ങനെയൊരു അഷുറൻസ് ലോകത്ത് ഒരു സ്ഥലത്തും എത്ര ചുരുങ്ങിയ പ്രീമിയം നൽകുന്നില്ല. 10 ലക്ഷം വെച്ച് ആളോഹരി ട്രീറ്റ്മെൻറ്റ് കൊടുക്കും. ചില ചികിത്സകൾ കൂടുതൽ വന്നാൽ 20 ലക്ഷവും 30 ലക്ഷവും ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ, അതുപോലെ കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ, ഇതൊക്കെ വരുമ്പോൾ വലിയ എമൗണ്ട് വരും. ആ രീതിയിൽ മെഡിക്കൽ കെയർ എല്ലാവർക്കും പരിരക്ഷയുണ്ട്. അത് വലിയൊരു ആശ്വാസമാണ്. തൊഴിലാളികൾക്ക് അപകടം പറ്റിക്കഴിഞ്ഞാൽ വീട്ടിൽ 2-3 മാസക്കാലം ജോലിയെടുക്കുന്ന സമയത്തോ, ജോലിക്ക് പോകുന്ന സമയത്തോ, ജോലി കഴിഞ്ഞ് തിരിച്ചു വരുന്ന സമയത്തോ അപകടം മൂലം കുറേ മാസങ്ങളായിട്ടോ ജോലിക്ക് പോകാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാവും. അങ്ങനെയുള്ള തൊഴിലാളികൾക്ക് വീട്ടിൽ വിശ്രമിക്കാനും പരിപൂർണമായ മെഡിക്കൽ കെയർ കൊടുക്കാനും സുഖം പ്രാപിച്ച ശേഷം വീണ്ടും ജോലി പ്രവേശിക്കുന്നവരെയുള്ള ശമ്പളം ESI നിന്ന് കൊടുക്കും. അത് ESIയുടെ ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു ഇതാണ്. അതിന് സിക്നെസ് ബെനിഫിറ്റ് എന്നാണ് പറയുന്നത്. പിന്നെ ഡിസബിലിറ്റി ബെനിഫിറ്റ് എന്ന് പറയുമ്പോൾ തൊഴിലാളി ജോലിയെടുക്കുന്ന സമയത്ത് അപകടം സംഭവിച്ച് ശരീരത്തിന് അംഗവൈകല്യം വന്നു കഴിഞ്ഞാൽ അവർക്ക് ടോട്ടൽ ഡിസബിലിറ്റി, എത്രത്തോളം ഡിസബിലിറ്റി ഉണ്ട്, ശരീരത്തിൻ്റെ ഓരോ അവയവങ്ങളും നഷ്ടപ്പെടുമ്പോൾ അതിന് മെഡിക്കൽ ബോർഡ് ഒരു കാൽക്കുലേഷൻ ഉണ്ട്. ചെറുവിരൽ നഷ്ടപ്പെട്ടാൽ, പത്തി നഷ്ടപ്പെട്ടാൽ, കൈ നഷ്ടപ്പെട്ടാൽ, കണ്ണ് നഷ്ടപ്പെട്ടാൽ, അങ്ങനെയുള്ള തൊഴിലാളികൾക്ക് അതിൻ്റെ ഡിസബിലിറ്റി ബെനിഫിറ്റ് കണക്കാക്കിയിട്ട് മെഡിക്കൽ ബോർഡ് അതിനുള്ള ആനുകൂല്യം കൊടുക്കുന്നുണ്ട്. അതുപോലെ ESIയിൽ അംഗമായ സ്ത്രീ തൊഴിലാളികൾ അവർ പ്രസവാനുകൂല്യമായിട്ട് അവർക്ക് 6 മാസത്തെ ലീവ് പൂർണ്ണമായിട്ട് കൊടുക്കും. ആ കാലയളവിൽ പൂർണ്ണമായ ശമ്പളം, പൂർണ്ണമായിട്ടുള്ള അവസാനം ഒരു 6 മാസം ഈ ഡെലിവറി നടക്കുന്നതിൻ്റെ അവസാനത്തെ കോൺട്രിബ്യൂഷൻ പീരീഡിൽ എത്രയാണ് സാലറി വാങ്ങി അതിൻ്റെ പൂർണ്ണമായ സാലറി 6 മാസം സാലറി വിത്ത് ലീവും പൂർണ്ണമായ മെഡിക്കൽ കെയറും കൊടുക്കും. അത് മെറ്റേണിറ്റി ബെനിഫിറ്റായിട്ട് കൊടുക്കുന്നതാണ്. പിന്നെ ഡെത്ത് ബെനിഫിറ്റ് എന്ന് പറയും. ഡെത്ത് ബെനിഫിറ്റ് എന്ന് പറയുമ്പോൾ ഒരു തൊഴിലാളി ജോലി സമയത്ത്, ജോലി കഴിഞ്ഞു വരുന്ന സമയത്ത്, ജോലിക്ക് പോണ സമയത്ത്, ആ കാലയളവിൽ ആ സമയത്ത് തൊഴിലാളി അപകടം മൂലം മരിച്ചു കഴിഞ്ഞാൽ തൊഴിലാളിയുടെ പ്രായം, അയാൾ വാങ്ങിയ ശമ്പളം, തുടർന്നുള്ള സർവീസ്, ഇതെല്ലാം കണക്കാക്കാനുള്ള ടേബിൾ ESI ഉണ്ട്. അവർക്ക് ഡെത്ത് ബെനിഫിറ്റായിട്ട് അവരുടെ ഡിപ്പെൻഡൻറ്റ് ഫാമിലിക്ക് ജീവിത അവസാനം വരെ കൊടുക്കുന്ന സ്കീമാണ് നമ്മുടെ ഈ ഡെത്ത് ബെനിഫിറ്റ്. അതുപോലെയുള്ള ഒത്തിരി ബെനിഫിറ്റുകൾ തൊഴിലാളിക്കുണ്ടാണ് ലഭിക്കുന്നുണ്ട്. അത് ഇന്ന് വളരെയധികം കാരണം 21,000 രൂപയാണ് ESIയിൽ അംഗമായ തൊഴിലാളികൾക്ക് സീലിംഗ്. 21,000 കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ ESI സ്വാഭാവികമായിട്ട് പുറത്തു പോകും.
BMSൻ്റെ ശക്തമായ അഭിപ്രായം വൺസ് ഇൻ ESI, ലൈഫ് ലോങ് ESI, ഒരിക്കൽ ESIയിൽ അംഗമായാൽ ജീവിത അവസാനം വരെ, മരണം വരെ ESIയുടെ ആനുകൂല്യം ലഭിക്കാനാവശ്യമായ ഒരു ക്രമീകരണവും നിയമ ഭേദഗതിയും വേണമെന്ന് BMS ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് ESIയുടെ ആശുപത്രികളുണ്ട്, ഡിസ്പെൻസറികളുണ്ട്, ബ്രാഞ്ച് ഓഫീസുകളുണ്ട്, അങ്ങനെ ഒട്ടനവധി ബൃഹത്തായ സംവിധാനമുണ്ട്. കേരളത്തിൽ ഏതാണ്ട് 10 ലക്ഷത്തോളം ESI ഗുണഭോക്താക്കളുണ്ട്, 11 ഹോസ്പിറ്റലുകളുണ്ട്, 52 ബ്രാഞ്ച് ഓഫീസുണ്ട്, 5 SRO ഉണ്ട്, അതുപോലെ 150 ഡിസ്പെൻസറി ഉണ്ട്. ഇതെല്ലാം തൊഴിലാളികൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ ആധുനികവൽക്കരിച്ചുകൊണ്ടുള്ള സംവിധാനമൊക്കെ വരുന്നുണ്ട്. അത് മെച്ചപ്പെട്ട രീതിയിൽ കൂടുതൽ കാര്യങ്ങൾ ശ്രമിക്കാനും എല്ലാ തൊഴിലാളികളും ESI കൊണ്ടുവരാനുള്ള ശ്രമം ESI അടുത്ത കാലത്തോടെ ഇനീഷ്യേറ്റീവ് ഉണ്ടായിട്ടുണ്ട്. ESIയിൽ അംഗമായ തൊഴിലാളിയുടെ അച്ഛനും അമ്മയ്ക്കും പ്രതിമാസം 5000 രൂപ ശമ്പളം ഉണ്ടെങ്കിൽ ആനുവൽ ഇല്ലായിരുന്നു. പക്ഷേ നമ്മൾ ഇടപെട്ടത് 9000 ആയിട്ട് വർദ്ധിപ്പിച്ചു. ഫ്യൂണറൽ ബെനിഫിറ്റ് 10000 രൂപയായിരുന്നു, അത് 15000 രൂപ വർദ്ധിപ്പിച്ചു. അത് 50000 ആയിട്ട് ഉയർത്താൻ നമ്മൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പം കാതലായിട്ട് നമ്മൾ തൊഴിലാളികൾക്ക് ESIയിൽ അംഗമായി കഴിഞ്ഞാൽ അവർക്ക് ഏത് ആശുപത്രിയിലും ഏത് സമയത്തും ട്രീറ്റ്മെൻറ്റ് കിട്ടണം, റീഇംബേഴ്സ്മെൻറ്റ് പൂർണ്ണമായിട്ട് ലഭിക്കണം, അവർക്ക് മറ്റ് ആനുകൂല്യങ്ങളെ സംബന്ധിച്ചുള്ള പ്രവർത്തനങ്ങൾ. ESI സംബന്ധിച്ച് കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും തമ്മിലുള്ള ഒരു ജോയിൻറ്റ് വെഞ്ചറാണ്. പ്രൈമറി ആൻഡ് സെക്കൻഡറി ഹെൽത്ത് കെയർ എല്ലാം ചെയ്യുന്നത് സ്റ്റേറ്റ് ഗവൺമെൻറ്റാണ്. അപ്പോൾ ഡിസ്പെൻസറിയിലും അതുപോലെ പ്രാദേശിക ആശുപത്രിയിലും പോകുമ്പോൾ അടിസ്ഥാന സൗകര്യം ഇല്ലെങ്കിൽ അത് സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ് ഫെയിലറാണ്. സ്വാഭാവികമായിട്ടും എൻ്റെ ഒരു അനുഭവത്തിലും എൻ്റെ വിസിറ്റിലൊക്കെ തോന്നുന്നത് ഡിസ്പെൻസറികളും ഹോസ്പിറ്റലുകളും തൃപ്തികരമായ രീതിയിൽ പോകുന്നില്ല. അവിടെ മരുന്നില്ല, ഡോക്ടർമാരില്ല, അതുപോലെ അനുബന്ധമായ കാര്യങ്ങളില്ല, അടിസ്ഥാന സൗകര്യങ്ങളില്ല. അതെല്ലാം മാറ്റിയെടുക്കാൻ വേണ്ടി ഭാരതീയ മസ്ദൂർ സംഘത്തിൻ്റെ പ്രതിനിധികൾ ESI കോർപ്പറേഷനിലും റീജിയൻ ബോർഡിലും ശക്തമായി ഉന്നയിച്ചുകൊണ്ട് ഒരു IPVIP എന്നാണ് ESI IPക്ക് പിന്നെ ജനങ്ങളുടെ മുന്നിൽ വയ്ക്കുന്നത്. IP പറഞ്ഞാൽ ഇൻഷുർഡ് പേഴ്സൺ, ദാറ്റ് ഈസ് VIP പറഞ്ഞാൽ വെരി ഇമ്പോർട്ടൻറ്റ് പേഴ്സൺ. പരിരക്ഷിത തൊഴിലാളിയെ ഏറ്റവും സുപ്രധാനമായിട്ട് കൃഷി ചെയ്യുന്ന അന്താരാഷ്ട്ര നിലവാരമുള്ള മെഡിക്കൽ കെയറും അനുബന്ധമായ കാര്യങ്ങളും ESI അംഗമായ തൊഴിലാളികൾക്ക് നൽകണമെന്നാണ് ESI വിഭാവനം ചെയ്യുന്നത്. അത് ഘട്ടം ഘട്ടമായിട്ടൊന്ന് മാറ്റിയെടുത്തുകൊണ്ട് ഒരു വലിയ ഒരു തൊഴിലാളികൾക്ക് വളരെ ആത്മവിശ്വാസവും വളരെ സുരക്ഷിതവുമായിട്ടുള്ളൊരു പദ്ധതിയാണ് ESI. അത് വളരെ ഗുണകരമായി ഭവിക്കാനുള്ള ഒരു കഠിനമായ പ്രയത്നം തൊഴിലാളി സംഘടനകളിൽ BMS പ്രത്യേകിച്ച് ഈ കാര്യത്തിൽ മുന്തിയ പരിഗണന കൊടുത്തുകൊണ്ട് പ്രവർത്തിക്കുന്നുണ്ട്.